ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളി ഫ്രം ഇന്ത്യ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. 3 മണിക്കൂറിന് മുമ്പേ ഇറങ്ങിയ ആ ഒരു ടീസർ ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കാണുകയും ചെയ്തു. ഒരൊറ്റ ടീസർ കൊണ്ട് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒറ്റ വാക്കിൽ പറയാം, അതിഗംഭീരം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പറയാം, നമ്മൾ ഉദ്ദേശിച്ച കോമഡി പടമല്ല സാർ, ആ റേഞ്ചിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതെല്ലാം വെറും സാമ്പിൾ മാത്രമായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് വരെ കണ്ടതെങ്കിൽ ഇതാണ് പൂരം എന്നുള്ളതാണ്. ഈ ഒരൊറ്റ ടീസർ കാണുമ്പോൾ ഒരു കാര്യം നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ടീസർ വന്നിരിക്കുന്നത്. എന്തായാലും 1 മിനിറ്റ് 21 സെക്കൻഡുള്ള ആ ഒരു ടീസർ അക്ഷരാർത്ഥത്തിൽ നമ്മളെ പിടിച്ചിരുത്തുന്നു. മുത്തപ്പൻ തുടങ്ങുന്നു എന്നുള്ള അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഗ്രാമത്തിലെ കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിവിൻ പോളി ആ ഗ്രാമത്തിലെ സാധാരണ ചെറുപ്പക്കാരനായിട്ട് വരുന്നു. അവിടുന്ന് ഒരു പ്രയാണം, ആ പ്രയാണം തുടങ്ങി അത് എൻഡ് ചെയ്യുന്നത് എങ്ങനെ, അതായിരിക്കാം നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു ഷുവർ ഷോട്ട് ഹിറ്റ് എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമയുടെ ഈ ഒരു ടീസർ നമുക്ക് തരുന്ന ആദ്യത്തെ പ്രകടന പത്രിക എന്ന് തന്നെ പറയാം. അതങ്ങ് നിറവേറ്റി കഴിഞ്ഞാൽ മലയാളത്തിലെ അടുത്ത വമ്പൻ ഹിറ്റ് എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ ഇതുവരെ തൊട്ട് മുന്നിൽ കണ്ട വർഷങ്ങൾക്ക് ശേഷം ഒന്നുമല്ല, നിവിൻ പോളി ഒരു തുടക്കം മാത്രം എന്ന് നമുക്ക് പറയാം. എന്തായാലും ആ റേഞ്ചിലാണ് നിവിൻ്റെ പ്രകടനം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കുറച്ച് സിനിമകൾ പരാജയമായിരുന്നു. സെൽഫ് റോളിലൂടെ വന്ന് ആളുകളെ ത്രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ സ്വന്തം പേരിലാക്കിയ വ്യക്തി തന്നെയാണ് നിവിൻ പോളി എന്ന് പറയാം. സിനിമ കണ്ട് ഇറങ്ങുന്ന എല്ലാവർക്കും പറയാൻ ഒരേ വാക്ക് തന്നെയായിരിക്കാം. ബാക്കി എത്രയൊക്കെ പേർ അവിടെ അതിനകത്തിൽ കിടന്ന് കുത്തിമറിഞ്ഞിട്ടുണ്ടെങ്കിലും അഴിഞ്ഞാട്ടം നടത്തിയത് നിവിൻ പോളി തന്നെയായിരുന്നു എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ ഒരു സിനിമ വരുമ്പോൾ ധ്യാൻ ശ്രീനിവാസനും അതേപോലെ നിവിൻ പോളിയും ഒരുമിക്കുമ്പോൾ ഡിജോ ജോസിൻ്റെ ഡയറക്ഷനിൽ വരുമ്പോൾ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫനാണ്. മാജിക് ഫ്രെയിംസ് പുറത്തിറക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഉണ്ട് ആ സിനിമയ്ക്ക്. ആ ഗ്യാരണ്ടി നമുക്ക് സക്സസ് ആകും എന്നുള്ള ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ടീസർ നമുക്ക് പുറത്ത് തരുന്ന സൂചനയും. എന്തായാലും ഈ ടീസർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത്? ഈ ടീസറിൽ നിന്ന് സിനിമ കാണണമെന്ന് തോന്നിയോ? തീർച്ചയായും എനിക്ക് ഇതുവരെ ഈ ഒരു സിനിമയെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ടീസർ കഴിഞ്ഞപ്പോൾ ഇത് ആദ്യം തന്നെ കാണണം എന്നുള്ള ഒരു ഫീല് വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രീൻ മീഡിയാസ്.